ലാൽ സലാം മോഹൻലാൽ നായകനായി എത്തിയ ഛോട്ടാ മുംബൈ 3 ദിനങ്ങൾ പിന്നിടുമ്പോൾ റെക്കോർഡ് വേഗത്തിൽ കളക്ഷൻ തൂക്കുന്നു. ആദ്യ ദിനം സിനിമ അതിനുള്ള ഒരു വെടി അങ്ങ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ആദ്യ ദിനത്തിൽ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വന്ന സിനിമ ആദ്യ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ റെക്കോർഡ് വേഗത്തിൽ 45 ലക്ഷം രൂപയോളമാണ് കളക്ട് ചെയ്തത്. ശനിയാഴ്ച അതിനും മികച്ച രീതിയിലേക്ക് വന്നു. 60 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷനാണ് വന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് 95 ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വന്നതെങ്കിൽ വേൾഡ് വൈഡായിട്ട് 1 കോടിക്ക് മുകളിലേക്കുള്ള ഒരു ചരിത്രം സിനിമ കുറിക്കുകയും ചെയ്തു. ഞായറാഴ്ച മിന്നുന്ന പ്രകടനം തന്നെയാണ് സിനിമ കാഴ്ചവെച്ചത്. 77 ലക്ഷം രൂപയോളമാണ് സിനിമ 3-ാം ദിനം ഞായറാഴ്ച നേടിയത്. അതെ, റെക്കോർഡ് കളക്ഷനാണ്. മൊത്തം 1,80 ലക്ഷം രൂപയോളമാണ് സിനിമ 3 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. അതായത് റീ റിലീസ് ചരിത്രങ്ങളിലെ ഏറ്റവും വലിയ വിജയമായി മാറുന്നു ഈ ഒരു സിനിമ എന്ന് തന്നെ പറയാം. അതെ, 1000 ഷോ തികച്ചില്ലാതെ ഇത്രത്തോളം കളക്ഷൻ നേടുന്ന ആദ്യ സിനിമയാകുന്നു. റീ റിലീസ് ചരിത്രം കുറിക്കുകയാണ്. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ തിയേറ്ററുകളിലും അമ്മാതിരി കൊടൂരമായിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. അതായത് എവിടെയൊക്കെ സിനിമ റിലീസ് ചെയ്തു അവിടെയൊക്കെ 90% സ്ഥലങ്ങളിലും നമുക്ക് ഹൗസ്ഫുൾ ഷോസ് തന്നെയാണ് കാണാറുള്ളത്. പല സ്ഥലങ്ങളിലും ഒരു റീ റിലീസ് ചിത്രത്തിന് എക്സ്ട്രാ ഷോ ആഡ് ചെയ്യുന്ന കാര്യം എന്ന് ആലോചിച്ച് നോക്കുക. അത് തന്നെ ഒരു പുതിയ തരംഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഇന്ന് ഏറെ ചർച്ച ആവുകയാണ് ഈ ഒരു സിനിമ. അന്ന് ഒരു 15 വർഷം മുമ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ വിജയമായിരുന്ന സിനിമ വീണ്ടും ഇറങ്ങുമ്പോൾ അതിന് മുകളിലുള്ള, അന്ന് സിനിമയ്ക്ക് കിട്ടുന്നതിനേക്കാൾ മുകളിലുള്ള ഒരു അഭിപ്രായവും കളക്ഷനുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് എറണാകുളത്തെ പല സ്ഥലങ്ങളിലും ഈവനിങ് ഷോസ് എല്ലാം ഓൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ്. ഇന്നലത്തെ അത്രയും തിരക്ക് കാര്യങ്ങളില്ല, നമുക്കറിയാം ഒരു വീക്കെൻഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ. പക്ഷേ എറണാകുളത്തെ വിനീത തിയേറ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 ഷോകളാണ് വൈകുന്നേരം ഇനിയുള്ളത്. അതായത് ഈ ഒരു റീ റിലീസ് ചിത്രത്തിന് 6:45-നും 2 ഷോകളും, അതേപോലെ രാത്രി 10 മണിക്ക്. അതിനകത്തിൽ തന്നെ 2 ഷോ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലായിരിക്കുന്നു. 6:45-ൻ്റെയും 10 മണിയുടെയും. അതിനകത്തിൽ ഇനിയുള്ള രണ്ടാമത് ആഡ് ചെയ്ത എക്സ്ട്രാ ഷോ ആണെന്ന് തോന്നുന്നുണ്ട് 6:45-നുള്ളത്. അത് മാത്രമാണ് അവൈലബിൾ കാണുന്നത്. എറണാകുളം കവിതയിൽ 3 ഷോകളാണ്. അതായത് ഈ 9 മണിക്ക് ഒരു ഷോ ഇന്ന് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വരെ രാത്രി 9 മണിക്ക് ഷോ കണ്ടിരുന്നില്ല. എന്താണേലും 6 മണിക്കും 9 മണിക്കും 11:59 സ്ഥിരമുണ്ട്. അതെല്ലാ ദിവസങ്ങളിലും ഹൗസ്ഫുൾ തന്നെയാണ്. ഇവിടെ കവിത 1100ഓളം ആളുകൾ കയറുന്ന ആ തിയേറ്ററിലെ 2 ഷോകളും ഓൾമോസ്റ്റ് ഫുള്ളാണ്. 9 മണിയുടെ ടിക്കറ്റാണ് അവൈലബിലിറ്റി ഉള്ളത്. അത് പുതിയതായി ആഡ് ചെയ്ത ഷോ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഒബ്രോൺ മാളിലൊക്കെ നോക്കുകയാണെങ്കിൽ 7:30യുടെ ഷോ ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ എന്നുള്ളതാണ്. ഇന്നും സിനിമ ഒരു 35-40 ലക്ഷം രൂപയോളം കളക്ട് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെയാണ്. പല സ്ഥലങ്ങളിലും തിയേറ്റർ കൗണ്ടുകൾ കൂട്ടുന്നു, ഷോ കൗണ്ടുകൾ കൂട്ടുന്നു എന്നുള്ള ഒരു രസകരമായ കാര്യം തന്നെയാണ് ഈ റീ റിലീസ് ചിത്രത്തിന് കാണുന്നത്. എന്തായാലും സിനിമ 2 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു കാര്യം. എന്തായാലും വിദേശ രാജ്യങ്ങളിലും അങ്ങനെയൊക്കെയുള്ളിടത്തും പല ഡിമാൻഡുകൾ വരുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഒന്നും അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് അപ്ഡേറ്റുകളായിട്ട് വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.